പിറ്റിങ്ങൽ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളാണ് നിൽക്കുന്നത്. ഒക്ടോബർ 29 മുതൽ നവംബർ 2 വരെ നടക്കുന്ന ലക്ഷാർച്ചന, ചണ്ഡിയായാഗം, അഷ്ടബന്ധ കലശം എന്നിവയുടെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഴ മാറി നിന്നാൽ നമ്മുടെ ഈ പരിപാടി വളരെ അതിഗംഭീരമായ ഒരു വിജയം തന്നെ ആയിരിക്കും. ഇത് പിറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൻ്റെ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു സംഭവം തന്നെയായിരിക്കും ഈ 5 ദിവസത്തെ പരിപാടികൾ. 29 നാളെ രാവിലെ സൗവർണിക നദിയിലെ തീർത്ഥം വഹിച്ച് ചിറയൻകീഴ് ദേവീക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി പുറപ്പെട്ട് ക്ഷേത്രങ്ങളിലെ ദർശനം നടത്തി വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം, പാറേക്കാവ്, കാപ്പിൽ ദേവീക്ഷേത്രം, പുതിയിടം ദേവക്ഷേത്രം, ഒരു 11 മണിയോടുകൂടി ആയിരവല്ലി കാവിൽ അവിടെ റെസ്റ്റ് എടുത്ത് വിശ്രമിച്ചിട്ട് അവിടെ നിന്ന് വൈകിട്ട് അവിടെ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര കൊല്ല ക്ഷേത്രം വഴി കുറുമണ്ടൽ ശാസ്താക്ഷേത്രം, നേരെ പൊഴിക്കര ദേവീക്ഷേത്രം, കോങ്ങാലെ ധർമ്മശാസ്ത്ര ക്ഷേത്രം, അവിടെ നിന്ന് നേരെ തിരിച്ച് 6:45 മണിക്ക് ദീപാരാധനയ്ക്ക് മുമ്പ് പിറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ്. ഇത് നല്ലൊരു വിജയമാക്കാനായിട്ട് നമ്മുടെ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യാനായിട്ട് ഇന്ന് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ഒരു അറിയിപ്പ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പന്തൽ 1200 പേർക്ക് ഒരു സമയത്തിരുന്ന് കഴിക്കാവുന്ന അന്നദാന പന്തലാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ചണ്ഡികായാഗത്തിന് അതിവിശാലമായൊരു പന്തലും ഒരു 1500ഓളം ആളുകളെ ഭക്തജനങ്ങൾക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ള പന്തലും, ലക്ഷാർച്ചന ചെയ്യുക അമ്പലത്തിന് അകത്ത് ഒരു വിശാലമായൊരു പന്തലുണ്ട്. മഴയില്ലെങ്കിൽ മാത്രം നമുക്ക് അന്നദാനം വിജയിപ്പിക്കാൻ കഴിയും. മറ്റ് സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇലയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഹരിതവർണ്ണം പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം പ്ലാസ്റ്റിക്കെല്ലാം ഒഴിവാക്കി ഇലയിലാണ് അന്നദാനം നൽകുന്നത്. ഈ 5 ദിവസവും റോയൽ ആശുപത്രിയുടെ മെഡിക്കൽ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പിറ്റിങ്ങൽ പ്രദേശം ഏകദേശം ഒരു ഭക്തിയുടെ നിറവിലാണ്. ഏകദേശം 10-60 ദിവസം കൊണ്ട് ഇവിടെയുള്ള കമ്മിറ്റി അംഗങ്ങളും ബാക്കിയുള്ള ഈ ഭാഗത്തുള്ള ആളുകളെല്ലാം കൂടെ ചേർന്ന് എല്ലാവിധ സഹായം ചെയ്തതിൻ്റെ പേരിൽ ഏകദേശം ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി, ഒരു ഉത്സവം സാധാരണ പിറ്റിങ്ങടയിൽ എല്ലാ മീനഭരണി ഉത്സവത്തിൻ്റെയാണിത്. പക്ഷേ ഈ ഭക്തി പൂജയായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ലക്ഷാർച്ചനയും നവചണ്ഡിയായാഗവും നടക്കുന്നതിൻ്റെ രീതിയിൽ ഒരു ജനപങ്കാളിത്തത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആളുകളെ ഇവിടെ എത്തിക്കാനുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ കമ്മിറ്റി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇപ്പം മഴ ഒരു തടസ്സമായിട്ട് നിന്നെങ്കിൽ പോലും നമ്മൾ അതിന് മഴ ആയാൽ പോലും ചണ്ഡിയാഗം നടക്കുന്ന പന്തൽ ഏറ്റവും 10,500 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, ആഹാരം കഴിക്കാൻ 1200ഓളം പേർ ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള സൗകര്യങ്ങൾ, ബാക്കി ഇവിടെ ഈ പറയുന്ന ലക്ഷാർച്ചനയ്ക്ക് ക്ഷേത്രത്തിനകത്ത് പന്തൽ, അങ്ങനെ ബാക്കിയുള്ള പൂജയൊക്കെ ആളുകൾക്ക് യാതൊരുവിധ തടസ്സവും ഇല്ലാത്ത രീതിയിൽ ഈ പറഞ്ഞ അന്നപ്രസാദമൊക്കെ ആളുകൾക്ക് അവിടെ കഴിച്ച് ഇവിടുത്തെ പ്രസാദം അതിനിണക്ക് തന്നെ എല്ലാം വാങ്ങിച്ച് കറക്റ്റായിട്ട് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അതിനിണക്ക് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പൂജകളും കാര്യങ്ങളും തീർത്ഥങ്ങളും എല്ലാം ചെയ്യുന്ന സൗവർണികരെ തീർത്ഥം കൊണ്ടാണ്. അതിനിണക്ക പൂജാ കാര്യങ്ങളെല്ലാം വിശേഷമായ രീതിയിൽ ഇപ്പം നമ്മൾ ഈ കൊല്ലം ജില്ലയിൽ തന്നെ നവചണ്ഡിയാഗം എന്ന് പറഞ്ഞ യാഗം ഇവിടെ പരൂരാണ് നടക്കുന്നത്. അതിന് എല്ലാവിധ ഈ ഭക്തരെയും ഈ പ്രദേശത്തുള്ള എല്ലാവരെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളുന്നു. പ്രസാദങ്ങൾ വാങ്ങിക്കാനുള്ള കൗണ്ടറുകളായാലും ഇത് അന്നദാനത്തിനുള്ള അതിനകത്ത് തന്നെ പ്രായമുള്ളവർക്ക് ഒരു 10-65 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇവിടെ ഇരുന്ന് അന്നപ്രസാദം കഴിക്കാനുള്ള പ്രത്യേക രീതിയിലുള്ള സൗകര്യങ്ങൾ അതെല്ലാ രീതിയിലുള്ള പ്രായമുള്ളവർക്കും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇവിടെയുള്ള ഏകദേശമുള്ള രീതിയിൽ എല്ലാ ഒരുക്കങ്ങളും ഏകദേശം പൂർത്തിയായി. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കടന്നാൽ മതി. അപ്പോൾ അതിന് ദൈവത്തിൻ്റെ പിറ്റിങ്ങമ്മയുടെ നാമത്തിൽ എല്ലാവരെയും ഈ ഇതിലോട്ട് ക്ഷണിച്ചുള്ളൂ. കൊല്ലം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് പിറ്റിങ്ങൽ ക്ഷേത്രത്തിൽ ഈ നവചണ്ഡികായാഗം നടത്തുന്നത്. ഈ യാഗത്തിൻ്റെ ലക്ഷാർച്ചനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ചു ഇത് എന്താണ്, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നല്ല. പക്ഷേ ഇത് ദേവിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കാനും മാത്രമല്ല, തൊഴുവാൻ വരുന്ന ദേവിയെ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെ സർവ്വ തടസ്സങ്ങളും മായ്ക്കാനും സർവ്വ ഐശ്വര്യവും സന്തോഷം നൽകാൻ വേണ്ടി പ്രത്യേകം നടത്തുന്നതാണ്. 5 ദിവസം നാരായണ പാരായണവും പിന്നെ ഈ പറയുന്ന തിരുവാതിര കളി എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ 5 ദിവസം അന്നദാനവും ഉണ്ട്. 10,000-10,000 പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള പന്തലും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഈ 5 ദിവസവും ദേവിയെ തൊഴാൻ വരിക, ദേവിയുടെ അനുഗ്രഹം മേടിക്കുക.
എല്ലാവർക്കും എല്ലാവിധ നന്മയും സന്തോഷം നൽകും ദേവി എന്നുള്ള ഉറപ്പാണ്. പിറ്റിങ്ങൽ ക്ഷേത്രത്തിൻ്റെ നമ്മുടെ ബാലകര അമ്പലം പണി പുതിയ ബാലാലയത്തിലാക്കിയിട്ടൊരു 4 വർഷത്തോളമായി ബാലകരെ. അത് ചില തടസ്സങ്ങൾ കാരണം, കേസുകൾ കാരണം അത് നമുക്ക് പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞില്ല. പുതിയ അമ്പലം കെട്ടി പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം നമുക്കത് ദേവസ്വത്തിന് അനുകൂലമായിട്ടുള്ള വിധി വന്ന് അങ്ങനെ അത് പഴയ അമ്പലം പൊളിച്ചു മാറ്റിയിട്ട് പുതിയ അമ്പലം ക്ഷേത്രത്തിനോട് ചേർന്ന് കെട്ടാൻ ഏതാണ്ട് അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങി. ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. എത്രയും പെട്ടെന്ന് തന്നെ ആ ബാലകരുടെ ക്ഷേത്രം കെട്ടി പ്രതിഷ്ഠ എത്രയും പെട്ടെന്ന് തന്നെ നടത്താനുള്ള ഇതിലാണ്. അതിന് ഈ പൂജ കഴിഞ്ഞ് നമ്മുടെ ഈ 5 ദിവസത്തെ ഈ വിപുലമായ പൂജകൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള പണികളെല്ലാം തുടങ്ങി ഏതാണ്ട് 1-2 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കി ഞങ്ങൾ ബാലകരെ അകത്തോട്ട് പ്രതിഷ്ഠിക്കുന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്.